ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരു നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ എല്ലാ ക്ഷീണം എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. കുറേ ആയി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കരുതി എന്നാൽ ആ വീഡിയോയും കൂടി എടുത്തിട്ട് കിടക്കാമെന്ന്. അപ്പം ഞാൻ അരുണിമ, ഞാൻ നേഴ്സായിട്ട് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ വർക്ക് ചെയ്യാണ്. ഒരു 3 വർഷത്തിൻ്റെ അടുത്തായി. നമ്മളെല്ലാവരും ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിക് പാർട്ട്ണർ, ടോക്സിക് പാരൻസ്, ടോക്സിക് ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ടോക്സിക് പ്രൊഫഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നു ടോക്സിക് പ്രൊഫഷൻ എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്. ഇനി എല്ലാം നല്ലൊരു കമൻറ്റ് ബോക്സിൽ പറയണേ. വേറെ ഏതെങ്കിലും ജോബ് ഇതുപോലെ ഉണ്ടെങ്കിൽ, ടോക്സിക് ആയിട്ടുള്ള ജോബ്സ് ഉണ്ടെങ്കിൽ. ഞാൻ പറയാനുണ്ടായ മെയിൻ റീസൺ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ റീസണിൽ ഇപ്പം ഇന്നലെ നടന്നൊരു സംഭവം പറയാം. കഴിഞ്ഞ ദിവസം ക്രിസ്മസ്, നൈറ്റ് ഡ്യൂട്ടി തുടങ്ങിയ അന്നത്തെ കഥയാണേ പറയുന്നത്. കഴിഞ്ഞ ദിവസം ക്രിസ്മസ്, വീട്ടിൽ ഫാമിലി എല്ലാവരും ഉണ്ട്. ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നു. വീട്ടിലെല്ലാവരും ഒത്തുകൂടി, എല്ലാവരും ജോളി അടിച്ച് സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു ടൈം. പക്ഷേ ആ വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കി. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, വേറെ മാർഗ്ഗമില്ല. സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയേ പറ്റുള്ളൂ. നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്, ലീവ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പോയി ചെന്നപ്പോൾ അഡ്മിഷൻ ഡേ ആണ്. ഒരു 3 മണി വരെ, ഒരു പുലർച്ചെ 3 മണി വരെ കണ്ടിന്യൂസ്ലി അഡ്മിഷനായിരുന്നു. കുറഞ്ഞതൊരു 80 പേഷ്യൻ്റെങ്കിലും നൈറ്റിൽ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വൈകുന്നേരം ഇഞ്ചക്ഷൻ കൊടുക്കണം പേഷ്യൻസിന് 10 മണിക്ക്. അവിടെ ഓൾറെഡി 80 പേഷ്യൻസിൻ്റെ അടുത്തുണ്ട്. അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം, അഡ്മിഷൻ എടുക്കണം. അപ്പം തന്നെ മൂഡ് പോയി. എങ്ങനെ ഓടിയെത്തും എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് തന്നെ പകുതി തീർന്നവിടെ. എങ്ങനെയൊക്കെയോ അഡ്മിഷൻ എടുത്തു, പേഷ്യൻസിന് ബെഡ് കൊടുത്തു, ഇല്ലാത്ത ആൾക്കാരെ വരാന്ത, ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ് കിടത്തി. അപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ മുഴുവൻ കേട്ടു. എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, ബെഡ് കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാവും. അതൊക്കെ എങ്ങനെയോ സഹിച്ച് അവർക്ക് എങ്ങനെയൊക്കെയോ കൊടുത്ത് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കേട്ട് അത് കഴിഞ്ഞാണ് ഡ്യൂന്ന് കൊടുക്കാൻ ഇറങ്ങുന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങി ഒരു 11 മണി 12 മണിക്ക് ഒരാൾ അഡ്മിഷനും എടുത്ത് ഒരാൾ ഇഞ്ചക്ഷനും കൊടുക്കാൻ തുടങ്ങി. ഞാനായിരുന്നു ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങിയത്. ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങി 4:30 വരെ ഫുൾ ഡ്യൂ ആയിരുന്നു. ഇഞ്ചക്ഷൻ കൊടുത്ത് 3-4 മണി വരെ ഇഞ്ചക്ഷനായിരുന്നു. അതിലെ ഫണ്ണി പാർട്ട് എന്താ വെച്ചാൽ, 4 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇതൊക്കെ ഒന്ന് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ശ്വാസം നേരെ എടുക്കുമ്പോഴത്തേക്കും 6 മണിയുടെ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ടൈമായി. അപ്പം അത് അങ്ങനെ അടുത്ത മോർണിംഗ് ഡ്യൂട്ടിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് വീണ്ടും ഇറങ്ങി. പുതിയ വന്ന പേഷ്യൻസിനും പഴയ പേഷ്യൻസിനും എല്ലാവർക്കും ഉണ്ടാവും ഇഞ്ചക്ഷൻസ്. അങ്ങനെ അടുത്ത ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഓടി. 6 മണിയുടെ ഇഞ്ചക്ഷൻ എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇൻസുലിൻ കൊടുക്കാനാവും. അപ്പോൾ അതും കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് സിക്കായാൽ നമ്മൾ അങ്ങോട്ട് ഓടണം, അവർക്കുള്ള കാര്യങ്ങളും ചെയ്യണം. അപ്പം ഒരു അഡ്മിഷനൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഡ്യൂട്ടിക്ക് കയറിയ വൈകുന്നേരം 7:30 ഡ്യൂട്ടിക്ക് കയറുമ്പോൾ പിറ്റേന്ന് മോർണിംഗ് 7:30 ആകുന്നവരെ നമ്മൾ അറിയത്ത് പോലുമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇരിക്കാൻ സമയമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്, പറ്റുമോ എന്നുള്ളത്. ആൻഡ് ദ തിങ് ഈസ്, ഒരു മാസത്തിൽ 9 നൈറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ 8 ദിവസം 9 ദിവസം കൂടുമ്പോൾ 3 നൈറ്റ് എടുക്കുക. അടുത്ത 8 ദിവസം കഴിഞ്ഞാൽ 3 നൈറ്റ്. ഇതിൽ ഉറക്കം എങ്ങനെ ടാലി ചെയ്യുമെന്നോ ഈ ഉറക്കം എങ്ങനെ മാനേജ് ചെയ്യുമെന്നോ ഉള്ള കാര്യത്തിൽ ഇത്രയും കാലമായിട്ട് എനിക്കൊരു മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം 3 നൈറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉറക്കം ഫുൾ ഡിസ്റ്റർബ്ഡ് ആവും. അടുത്ത ഡേ ഡ്യൂട്ടി, ഈവനിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരുന്ന് ഉറക്കം ഒന്ന് ട്രാക്കിൽ കയറി വരും. ഇങ്ങനെ ഓവറൊക്കെ കൊടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോഴായിരിക്കും എന്തിനാ ഞാൻ ഈ ജോലി എടുത്തത് എന്ന് തോന്നുന്നു. വല്ല IT പ്രൊഫഷണൽസോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷനായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ എന്ന് തോന്നും. അപ്പം നിങ്ങൾ പറ, ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? ഇതൊരു ടോക്സിക് പ്രൊഫഷൻ തന്നെയല്ലേ? ശരിയാണ്, ലൈഫ് സേവിങ് ആണ്, പേഷ്യൻസിനെ എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്നൊരു ജോലിയാണ്, ആതുര സേവനമാണ്, ഒക്കെ ശരിയാണ്. അവിടെ ഞങ്ങളുടെ നഴ്സുമാരുടെ ഒരു അവസ്ഥയെ അത് ഭയങ്കര ബുദ്ധിമുട്ടാടോ. പറഞ്ഞ്
ശോകമാക്കിയതല്ല, ഇതിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.